ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷനിലെ നെക്സ്റ്റ് പാർട്ട്, അതായത് മൊഡ്യൂൾ 3 നെക്സ്റ്റ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും അതുവരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്പേസ് പ്ലസ് ഫോം ആണ്. ഇവിടെ ഈ സ്പൈസ് എന്ന് പറയുന്ന ഫുൾ ഫോം എന്ന് വെച്ചാൽ സിംപ്ലിഫൈഡ് പെർഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി പ്ലസ്. അതായത് ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് നമ്മൾ സർവീസ് ചെയ്യാം. ആ ഒരു വെബിനാണ്, ആ ഒരു ഫോമിനാണ് എന്തെന്ന് പറയണത്, സ്പൈസ് പ്ലസ് പറയണത്. ഇപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കമ്പനിക്ക് കുറേ ഫോമുകൾ ആവശ്യമുണ്ടാകും. ഈ കുറേ ആവശ്യങ്ങൾ നമ്മൾ ഒരൊറ്റ ഫോമിൽ നമ്മൾ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോമിൽ തന്നെ ഒരു 10ഓളം സർവീസുകൾ അവിടെ നടക്കും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് DIN, അതുപോലെ തന്നെ പാൻ കാർഡ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ആവശ്യകത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 10ഓളം ആവശ്യങ്ങൾ, അതായത് ഒരൊറ്റ ഫോമിൽ 10 സർവീസുകളാണ് ഗവൺമെൻറ് അംഗീകരിക്കുക. അപ്പോൾ ഒരൊറ്റ ഫോം കൊണ്ട് ആ ഒരു കമ്പനിക്ക് വേണ്ട 10 കാര്യങ്ങൾ ഈ ഒരു ഫോം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ DIN, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫൈ നമ്പർ, അതുപോലെ തന്നെ പാൻ കാർഡ്, അങ്ങനത്തെ ഓരോ നമ്പേഴ്സൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒരൊറ്റ ഫോമിൽ തന്നെ അതിനെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഈ ഓരോ കാര്യങ്ങൾക്കും വേറെ വേറെ ഫോം ഉണ്ട് ആ ഒരു സർവീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ. പക്ഷേ സ്പേസ് പ്ലസ് ഫോമിലാണ് നമ്മൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 കാര്യങ്ങൾക്കും ഈ ഒരൊറ്റ ഫോം മതി. സ്പേസ് പ്ലസ് ഫോം എയിം ചെയ്യുന്നത് 10, അതായത് ആ ഒരു ഫോമിൽ 10 ഗവൺമെൻറ് സർവീസുകൾ കിട്ടും. അപ്പോൾ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് മിനിസ്റ്റേഴ്സ് കിട്ടുന്നത്, മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഈ ഒരു ഫോം പറയുന്നത് നമുക്ക് പല സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ വിൻഡോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് പല സർവീസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഫോം നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഫയൽ സ്പേസ് പ്ലസ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോസ്പെക്ടസ്. അതായത് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് ഒരു കമ്പനിയിലുള്ള ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ടുകൾ, ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ, അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് എന്താണ്, ആ ഒരു കമ്പനിയിലുള്ള, അതായത് ഈ ഇഷ്യൂസും ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ഇത് ആ ഒരു കമ്പനിയിലുള്ള ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ജനങ്ങളായിരിക്കും. അപ്പോൾ അവരിത്തരം ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങണോ വാങ്ങണ്ടേ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതിലെന്ത് എടുത്താം, ഈ ഒരു ഷെയർ വാങ്ങിയാൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവാം, എത്രത്തോളം റിസ്ക് ഉണ്ടാകാം, എങ്ങനെയൊക്കെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ കമ്പനീൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഏത് രീതിയിലോട്ടാണ് പോകുന്നത്, ഇവിടെ ഈ ഒരു ഷെയർ വാങ്ങുന്ന ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ, അങ്ങനെ അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് ഇവർ കാണിച്ചു കൊടുക്കുക. അതാണ് ഇത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനാവുന്ന സമയത്ത്, അതിലോട്ട് പബ്ലിക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് വായിച്ചു കൊടുക്കും. അവിടെ എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാകാം, എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകാം, എങ്ങനെയൊക്കെ ലോസ് ഉണ്ടാകാം, ഫ്യൂച്ചറിൽ എന്തൊക്കെ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഷെയറിൻ്റെ മേലിൽ, അവർ ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയറിൻ്റെ മേലിൽ വരുന്ന എല്ലാ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഇവർക്ക് വായിച്ച് കേൾപ്പിക്കാം. അതാണ് എന്ത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. കീ കോമ്പോണൻസ് ഓഫ് എ പ്രോസ്പെക്ടസ്. കമ്പനി ഇൻഫോർമേഷൻ. അതായത് ഇങ്ങനെ നമ്മൾ ഷെയർസൊക്കെ പബ്ലിക്കിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു കമ്പനിയുമായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ആ കമ്പനീൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ എത്ര വർഷമായിട്ട് ആ കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ കമ്പനിയിലുള്ള മെമ്പേഴ്സിനെയും മാനേജേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവിടുത്തെ CEO, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് സെക്യൂരിറ്റീസ് ഡീറ്റെയിൽസ്. അതായത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന
സെക്യൂരിറ്റീസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഷെയർ ആണെങ്കിൽ ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇതിൽ ഏത് സെക്യൂരിറ്റീസ് ആണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതണം. അതുപോലെ തന്നെ എത്ര സെക്യൂരിറ്റീസ് ആണ് ഇപ്പോൾ കമ്പനിയിൽ വിൽക്കാനുള്ളത് അത് എഴുതണം. അതുപോലെ തന്നെ പെർ സെക്യൂരിറ്റീസിന് എത്ര രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത് അതും എഴുതണം. നെക്സ്റ്റ് ഫിനാൻഷ്യൽസ്, അതായത് ഇപ്പോൾ ഇതിന് മുമ്പ് വരെയുള്ള ഇയേഴ്സിൽ ഈ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഏത് രീതിയിലോട്ടാണ് പോയത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ, അതായത് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് സ്ട്രക്ചറൊക്കെ എങ്ങനെയെന്ന് ഇവരെ വ്യക്തമാക്കി കൊടുക്കണം. ദെൻ റിസ്ക്, അതായത് ഓരോ പബ്ലിക്കും ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയർ ഏതാണെന്ന്, ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ സെക്യൂരിറ്റിൻ്റെ മേലും എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി കടത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരെ ബോധിപ്പിക്കണം, ഇവർക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ യൂസ് ഓഫ് പ്രൊസീഡ്സ്, അതായത് അങ്ങനെ IPOൻ്റെ വഴി ഇവർക്ക് കിട്ടുന്ന ക്യാഷുകളെല്ലാം ഇവർ യൂസ് ചെയ്യണത് എന്തിനാണെന്നും ഇവർക്ക് ബോധിപ്പിക്കണം. ഇങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഒന്നെങ്കിൽ അതിനാണെന്ന് ഇവിടെ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഒന്നുകൂടി പുതുക്കാൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് ഓൾറെഡി ഇതിലൊരു പഴയ കടം നികത്താൻ വേണ്ടിയിട്ടാണ് IAP എന്നുള്ള ക്യാഷ് യൂസ് ചെയ്യണമെന്ന് അവർ മെൻഷൻ ചെയ്യണം അവിടെ. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് അണ്ടർ റൈറ്റിംഗ്, അതായത് ആ ഒരു കമ്പനിയിലുള്ള മാനേജർ ആരാണ്, അയാളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അയാൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, എഡ്യൂക്കേഷന്, ഇതൊക്കെ അയാളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഏത് ബാങ്കാണ് ഇവർക്ക് ഇതിനുള്ള ലോൺ കൊടുക്കുന്നത്, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ, അല്ലെങ്കിൽ ഏത് ബാങ്കാണ് ഇവർക്ക് ഇവിടെ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാനുള്ള ലോണ് കൊടുത്തത് പാസ്സാക്കി എന്നൊക്കെ നമ്മൾ നോക്കണം. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജർ എന്ന് പറയുന്നത് മിസ്റ്റർ രാഹുൽ, 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ട് അത് അണ്ടർ റൈറ്റ് ചെയ്യുന്നത് HDFC ബാങ്ക് ആയിരിക്കും. അതായത് ഇവർക്ക് ലോൺ പാസ്സാക്കിക്കാണ്ട് ലോൺ കൊടുക്കുന്നത് ഈ ഒരു HDFC ബാങ്കാണ്. അപ്പോൾ ഇതാണ് പെർപെച്വലിൻ്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷെയർസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ആണ്. അപ്പോൾ ഷെയർസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പാണ്. അതായത് ഇവിടെ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് അത് ഇഷ്യൂ ചെയ്ത് വാങ്ങുമ്പോൾ അവിടെ പബ്ലിക്ക് ആ ഒരു ഓണർഷിപ്പായിട്ട് അതിൽ ഒരു ഭാഗത്തിൽ ഓണർഷിപ്പായിട്ട് വരികയാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കേക്കിനെ 10 പീസാക്കി കട്ട് ചെയ്തു, അതിലൊരു പീസ് ഒരു വ്യക്തിക്ക് കൊടുത്തു. അപ്പോൾ അയാൾ അതിൽ ആ ഒരു 10 ഭാഗത്തിൽ ഒരാളായി മാറുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഷെയർ വാങ്ങുമ്പോൾ അത് ഒരു ഷെയർ ആണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു ഓണർഷിപ്പിൽ ഒരാളായി മാറുന്നു. രണ്ടാമതാണ് ഓണർഷിപ്പ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിൽ അദ്ദേഹം എത്രത്തോളം ഷെയർ വാങ്ങി അതിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും അതിലൂടെ അയാൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ 1000 ഷെയർ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു പബ്ലിക്ക് 100 ഷെയർ വാങ്ങി. ഈ 100 ഷെയർ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് 10% ആ ഒരു കമ്പനീൻ്റെ ബേസിൽ ഓണർഷിപ്പ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇവിടെ നമുക്ക് ഡിവിഡൻഡിനെക്കാളും അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ ബേസിലും കിട്ടാം. ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം വാങ്ങിയിട്ടുള്ള ആ ഒരു ഷെയറിന് എമൗണ്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അയാൾക്ക് പ്രോഫിറ്റാണ്. ഇവിടെ ലോസും ഉണ്ടാവാം. ലോസ് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് വളരെ ലോ ലെവലിലാണ്, വളരെ ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഷെയർസിൻ്റെ ഒക്കെ വില കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഷെയർ വാങ്ങിയ ആളുകളുടെ ഷെയറിൻ്റെ ഒക്കെ അവർ 1000 രൂപ കൊടുത്ത ആ ഷെയർ വാങ്ങിയെന്നുണ്ടെങ്കിൽ അത് 700 രൂപയിലോട്ട് മാറും. അപ്പോൾ അവർക്ക് അവിടെ ലോസാണ് സംഭവിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ കേസിൽ അവർ 1000 രൂപയ്ക്ക് ഷെയർ വാങ്ങിയാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ 1500 ആവും. അപ്പോൾ അവർക്കവിടെ 500 രൂപ പ്രോഫിറ്റാണ്. നെക്സ്റ്റ് റൈറ്റ്സ്. അതായത് ഒരു കമ്പനിയിൽ ഷെയർ എടുത്ത ആളുകൾക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് വോട്ടിംഗ് റൈറ്റ്സ്. അതായത് കമ്പനിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴോ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ നിൽക്കുമ്പോഴോ അതൊക്കെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്തോടെ വോട്ടിംഗ് ഉണ്ടാവും. ഈ വോട്ടിങ്ങിലൊക്കെ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഉൾപ്പെടുത്തണം, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ദെൻ ആനുവൽ റിപ്പോർട്ട്. ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ മന്ത് നമ്മൾ എന്നാണോ നമ്മൾ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കുന്നത് അന്ന് ഇതിൻ്റെ റിപ്പോർട്ട്സൊക്കെ നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം.
ദെൻ ഡിവിഡൻഡ്, അതായത് കമ്പനിക്ക് ലാഭം കൂടുതലാവുന്ന സമയങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. നെക്സ്റ്റ് ലിക്വിഡിറ്റി. ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വാങ്ങാനും വിൽക്കാനും പറ്റും. നമുക്ക് എപ്പോഴും ഈ ഒരു ഷെയർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് പറയണത്. അതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു പൈസക്ക് അത്യാവശ്യമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഷെയർ നമുക്കൊരു ഗ്രോയിലിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, വിറ്റാൽ നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടും. ദെൻ കമ്പനി ക്യാപിറ്റൽ. കമ്പനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അവരുടെ കമ്പനി റൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ നിർബന്ധമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ക്യാപിറ്റൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഷെയർസിന് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പബ്ലിക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്താണ്, ഈ ഒരു കമ്പനിക്കാർക്ക് ആ ഒരു ഫണ്ട് കിട്ടിയിട്ട് അങ്ങനെ അവരുടെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റീസ് ആയിട്ട് അവിടെ ഷെയർസിൻ്റെയും ഡിബെഞ്ചേഴ്സിൻ്റെയും കേസിൽ പറയണത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഫസ്റ്റ് വൺ പബ്ലിക് ഇഷ്യൂ. അതായത് ഒരു കമ്പനിക്ക് ഇവിടെ ഫണ്ട് റേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഇഷ്യൂ ചെയ്യും. അതായത് പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിലുള്ള ഷെയർസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഏത് ജനങ്ങൾക്കും, ഏത് സാധാരണ ജനങ്ങൾക്കും അവിടെ വന്ന് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഷെയർ വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് ഷെയർ വാങ്ങാൻ പറ്റും. രണ്ടാമത് പ്രൈവറ്റ് ഇഷ്യൂ. പ്രൈവറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ എല്ലാ ജനങ്ങൾക്കും വന്നിക്കാണ്ട് അവിടെയുള്ള ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കമ്പനികൾ കുറച്ച് പേരെ നോട്ടീസ് ചെയ്യും. അത് അത്യാവശ്യം നല്ല വെൽത്തി ആയിട്ടുള്ള കുറച്ച് ജനങ്ങളെ നോട്ടീസ് ചെയ്തിട്ട് അവർക്ക് മാത്രമായിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു കമ്പനിക്ക് നല്ലൊരു ക്യാപിറ്റൽ, ഒരു 10 കോടിയോളം രൂപയോളം ആവശ്യം ഉണ്ടാവും. അപ്പം ആ ഒരു കമ്പനി അപ്പോൾ ഇവരൊരിക്കലും അത് പൊതുജനങ്ങൾക്ക് ഷെയർസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെന്ത് ചെയ്യും, ഒരു 10-15 വ്യക്തികളുണ്ടാകും അത്യാവശ്യം നല്ല വെൽത്തി ആയിട്ടുള്ള, അവരുമായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ 15 വ്യക്തികളെ കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനും പറ്റും. ഷെയർസ് കൊടുക്കുന്ന എണ്ണം കുറവാവുകയും ചെയ്യും. അതാണ് പ്രൈവറ്റ് ഇഷ്യൂ. നെക്സ്റ്റ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിലുള്ള പബ്ലിക്സിനെ വെച്ച് കാണാം. ഇപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വ്യക്തി 10 ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവർ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഷെയർ ആയിരിക്കും. അതായത് ഇന്ന അളവിൽ ഷെയർ എടുത്ത ആൾക്കാർക്ക് ഇത്ര ഷെയർ കൂടുതൽ അങ്ങനെ. അപ്പോൾ ഇവിടെ 10 ഷെയർ ഒരു വ്യക്തി ഇഷ്യൂ ചെയ്തുകൊള്ളൂ എന്നുണ്ടെങ്കിൽ, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, 2 ഷെയർ ഈ ഒരു കമ്പനിക്കാർ കൊടുക്കും. അതായത് ഇവർ പറയണ റുപ്പീസിൻ്റെ കീഴിൽ. അതായത് ഇവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുണ്ടാവുമ്പോൾ ഒരിക്കലും അവർ പുറത്തുനിന്നുള്ള ആളുകളെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ അനുവദിക്കില്ല. ആ കമ്പനിയിൽ ഓൾറെഡി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവർക്കിനെ വീണ്ടും ഇവരെന്ത് ചെയ്യും ആ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ ഡിവൈഡ് ചെയ്യുക. അതായത് എത്രത്തോളം ഷെയർസ് ഓരോ വ്യക്തികളുടെയും കയ്യിൽ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുക, ഓരോ ഷെയറും ഇവർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിൻ്റെ കയ്യിൽ 10 ഷെയർ ഉണ്ട്. അങ്ങനെ 10 ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ഷെയറുള്ള ഒരു വ്യക്തിക്ക് എക്സ്ട്രാ 2 ഷെയറാണ് കൊടുക്കുക. അപ്പോൾ 2 ഷെയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കമ്പനിക്കാർ പറയുന്ന റേറ്റിലായിരിക്കും ഇവർ വാങ്ങേണ്ടത്. അതാണ് റൈറ്റ് ഇഷ്യൂ. 4ാമത് ബോണസ് ഓഫ് ഷെയർസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് കൂടുതൽ ലാഭം കിട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ ലാഭം കിട്ടുമ്പോൾ അത് ഈ ഒരു ഇഷ്യൂ നമ്മൾ പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് ലാഭം കിട്ടുമ്പോഴും അതിൻ്റെ ഒരു തൂക്കം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കമ്പനീസ് പൈസക്ക് പകരം ഷെയർസ് അവിടെ ഇവർക്ക് കൊടുക്കുകയാണ്. പൈസൻ്റെ പകരമായിട്ട് ഷെയർ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഷെയറിന് പകരം ഒരു ഷെയർ അങ്ങനെ രീതിക്കാണ് കൊടുക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് 20 ഷെയർസ് അയാളെ കയ്യിലുണ്ട്, ഇഷ്യൂ ചെയ്യുന്നത് അയാൾ 20 ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഷെയറിനും ഓരോ ബോണസ് വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ 20 ഉണ്ടെന്ന് പറയുമ്പോൾ 20 ബോണസ് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ കയ്യിൽ 40 ഷെയർ ഉണ്ടാവും. ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കേസിൽ പറയണത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ പറയുമ്പോൾ ഒരു കമ്പനിയിൽ
ഇപ്പോൾ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസോ മെമ്പേഴ്സോ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ എന്താണ് അവർ ഫുൾ ഹാർഡ് വർക്കും കഴിവുകളും അവരുടെ എല്ലാ കഴിവുകളും അവിടെ ഉപയോഗിച്ച് ആ കമ്പനീനെ അവരെന്ത് ചെയ്യാണ് വളർത്തിക്കൊണ്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കാരണം അവർ ആ ഒരു കമ്പനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണത് കാരണം ആ ഒരു കമ്പനി എന്ത് ചെയ്യാണ് അവർക്ക് അവരുടെ ഹാർഡ് വർക്ക് കണ്ടിട്ട് അവർക്ക് ആ ഒരു കമ്പനിയിലുള്ള ഇന്ന ഷെയർസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 2 കൊല്ലത്തോളമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിക്ക് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് 2 കൊല്ലം അദ്ദേഹം ഹാർഡ് വർക്ക് എടുത്തുകൊണ്ട് അവരൊരു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തു. അങ്ങനെ ആ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്പനി ഈ ഒരു വ്യക്തിൻ്റെ ഹാർഡ് വർക്ക് കണ്ടു. പക്ഷേ ഇയാൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ സാലറി ഈ ഒരു കമ്പനിക്ക് അവരുടെ സാലറി കൂട്ടി കൊടുക്കാൻ മാത്രം ഫണ്ടൊന്നും അവിടെ അത്രയ്ക്ക് പ്രോഫിറ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ് ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിന് പകരമായിട്ട് ആ ഒരു കമ്പനിയിലുള്ള ഇത്ര ഷെയർ അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒന്നെങ്കിൽ ഫ്രീ ആയി ഡിവിഡൻ്റ് ആയി കൊടുക്കും, ഡിവിഡൻ്റ് അല്ല, ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ഫ്രീ, അതായത് അത്രയും ഷെയർസ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓഫ് ഷെയർസ്, അതായത് ആ ഷെയറിൽ കുറച്ച് അത്യാവശ്യം ഒരു എമൗണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യും അദ്ദേഹത്തിന് ആ ഒരു ഷെയർ കൊടുക്കും. അപ്പോൾ ഇതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. നെക്സ്റ്റ് പറയുന്നത് ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന്. ഇവിടെ പറയുമ്പോൾ ആ ഒരു കമ്പനിയിലുള്ള ഒരു മെമ്പറിന് കമ്പനി പറയാണ് ഈ ഒരു ഫ്യൂച്ചർ ഇയറിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയർ നിങ്ങൾക്ക് ഇത്ര ഫിക്സഡ് എമൗണ്ടിന് വാങ്ങാം. അന്ന് അവിടെ എത്ര എമൗണ്ട് ആയാലും ആ ഒരു ഷെയറിൻ്റെ മേലിൽ എത്ര എമൗണ്ട് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ട് എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ ഒരു ഫിക്സഡ് എമൗണ്ടിൽ നിങ്ങൾക്ക് അന്നത്തെ കാലത്ത്, അതായത് ഫ്യൂച്ചറിൽ ആ ഒരു ഫിക്സഡ് എമൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറയാണ്. പക്ഷേ കറൻ്റ്ലി എന്താണ് ആ ഷെയർ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടില്ല, ഫ്യൂച്ചറിലാണ് കിട്ടുക. അപ്പോൾ ഒരു 1 to 4 ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 1 to 4 വർഷം വരെ ആ ഒരു ഡ്യൂറേഷൻ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഷെയർ ബൈ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ, അല്ലാതെ അത് അയാളുടെ കൈപ്പറ്റൽ അതിൻ്റെ ഓണർഷിപ്പ് ആവാനുള്ള അവകാശം കിട്ടില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഷെയറിന് അധികം റേറ്റ് ഒന്നുമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിനോട് ഇവർ പറയാണ് 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഷെയർ സ്വന്തമാക്കാം. അപ്പോൾ ഇവർ ഈ ഒരു കറന്റ് ഇയറിൽ ഇവർ പറഞ്ഞത് ആ ഒരു ഷെയറിന് 50 രൂപ എന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചറിൽ എത്ര ആയാലും നിങ്ങൾ അപ്പോഴും ഈ ഒരു 50 രൂപ തന്നാൽ മതി, അതാണ് ഇവിടുത്തെ കരാറ്. അങ്ങനെ ഫ്യൂച്ചർ 4 ഇയർ കഴിഞ്ഞ് ഇയാൾക്ക് ആ ഷെയർ വാങ്ങാനുള്ള ടൈം ആകുമ്പോൾ ആ ഒരു ഫ്യൂച്ചറിന് ഇപ്പോൾ 150 രൂപയോളായി. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം, 50 രൂപ മാത്രം കൊടുത്താൽ മതി, ആ 100 രൂപ ഇയാൾക്ക് എന്തായി ലാഭമായി. അപ്പോൾ ഇതാണ് ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിബെഞ്ചേഴ്സ്. അതായത് കമ്പനി അവർക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെ കയ്യിൽ നിന്നും വായ്പ വാങ്ങുക, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡിബെഞ്ചർ വാങ്ങുക, ഫണ്ട് ലോണാക്കി വാങ്ങുക. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഓരോ മാസങ്ങളിലും എന്ത് ചെയ്യും, ഈ ജനങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള, അതായത് ആരാണോ ഡിബെഞ്ചർ കൊടുത്തത് അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് ഇപ്പോൾ മേ ബി ഓരോ മാസത്തിലോ അല്ലെങ്കിൽ ഓരോ വർഷത്തിലോ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ളതായിരിക്കും. ഇതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൈസ കൊടുക്കുന്ന, അതായത് ആ ഒരു ഫണ്ട് ആരാണോ കൈപ്പറ്റുന്നത് അവരെയാണ് ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് പറയാം. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ഡിബെഞ്ചറായിട്ട് ഫണ്ട് കൈപ്പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിബെഞ്ചർ ഫോം കൊടുക്കും. കാരണം ഈ രീതിയിൽ ഡിബെഞ്ചർ വാങ്ങിയിട്ടുള്ള രീതിക്ക് ഒരു ഫോം കൊടുക്കും. അവിടെ മേ ബി ഓരോ 6 മാസമോ അല്ലെങ്കിൽ 10 മാസം 1 വർഷം കൂടുമ്പോഴോ ഈ കമ്പനി ഒരു ഫിക്സഡ് എമൗണ്ട് ഈ ഒരു ഡിബെഞ്ചറിന് കൊടുക്കണം. ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുക്കണം. ഇപ്പോൾ ആ ഒരു കമ്പനി മേ ബി നഷ്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റിലായിക്കോട്ടെ, നഷ്ടത്തിലാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഫണ്ട് കൊടുക്കാനില്ലെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യണം, ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഡിബെഞ്ചറിന് കൊടുക്കണം. ഇനി ഇൻ കേസ് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അന്ന് വെച്ച ആ ഒരു ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഒരു സെയിം ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഡിബെഞ്ചറിൻ്റെ കേസിൽ പറയുന്നത്. ദെൻ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ്, അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സാണ്. അവർ ഫണ്ട് കൊടുക്കുന്ന ആളുകളാണ്. ഡിബെഞ്ചേഴ്സ് അറിയുമ്പോൾ അവർ ആ ഒരു കമ്പനീൻ്റെ ഉടമസ്ഥരല്ല, അതായത് ഓണർഷിപ്പുള്ള ആൾക്കാരല്ല, അവരുടെ ഫണ്ട്
കൊടുക്കുന്ന ആളുകളാണ്. ദെൻ നെക്സ്റ്റ് റാപ്പിഡ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. അതായത് നമ്മൾ ഡിബെഞ്ചർ കൈപ്പറ്റുമ്പോൾ ഒരു ഫിക്സഡ് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും. മേ ബി അത് 5 വർഷമാവാം അല്ലെങ്കിൽ 10 വർഷമാവാം. അങ്ങനെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും. ദെൻ ലിക്വിഡേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാണ്, അതായത് അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിബെഞ്ചറിൻ്റെ ഫണ്ട് കൊടുത്ത് തീർക്കണം. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡിബെഞ്ചറിൻ്റെ ഫണ്ടുകൾ കൊടുത്ത് തീർക്കണം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനീൻ്റെ ചുമതല എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ടർക്കാണ്. അതായത് ഏറ്റവും ഹൈ ലെവൽ പൊസിഷനിലായിരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പബ്ലിക് കമ്പനിയിലാണെങ്കിൽ 3 ഡയറക്ടർമാരെങ്കിലും മിനിമം വേണം. പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ 2 1 പേഴ്സൺ കമ്പനിയിലാണെങ്കിൽ ഒരാളെങ്കിലും. മാക്സിമം 15 ഡയറക്ടർമാർ വരെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയിലെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി സ്ട്രാറ്റജീസൊക്കെ നോക്കി നടത്തുന്നു. ഇതൊക്കെയാണ് ഡയറക്ടർമാരെ അവിടുത്തെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അയാളായിരിക്കും ആ ഒരു കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ്, മാർക്കറ്റിംഗ്, ഫൈനാൻസിങ്, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ കാര്യങ്ങൾ നോക്കുന്നത് ഈ ഒരു ഡയറക്ടർ ആയിരിക്കും. ഇയാൾ എന്താണ് ആ ഒരു കമ്പനിയിൽ എല്ലാം നോക്കി നടത്തുന്ന, ഡെയിലി എന്ത് ചെയ്യുന്നു ആ ഒരു കമ്പനിയിൽ വന്നു പോയി എല്ലാം നോക്കി നടത്തുന്ന ഒരു ഡയറക്ടറാണ്. രണ്ടാമത് നോൺ എക്സിക്യൂട്ടീവ്. ഇദ്ദേഹം എന്ന് പറയുന്നത് എന്നും അങ്ങനെ കമ്പനികളിലൊന്നും വരില്ല, ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് പോകുന്ന ഒരു ഡയറക്ടറാണ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇവിടെ കമ്പനി ഉണ്ടല്ലോ ഒരു ഡയറക്ടറെ നിയമിക്കും. ബട്ട് അദ്ദേഹം എന്താണ് ഒരു പ്രൊഫസറോ ഒരു ലോയറോ അങ്ങനെ ഒന്നിനോട് ഒരു ബേസ് ചെയ്തിട്ടുള്ള ഡയറക്ടർ അല്ലായിരിക്കാം. വേറെ എന്തെങ്കിലും മേഖലയിൽ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്ടറായിരിക്കും ഒരു ഡയറക്ടറെ കണ്ട് ഇവിടെ നിയമിക്കുന്നത്. ദെൻ നോമിനി. ഇവിടെ കമ്പനി ഇപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നോ ലോണൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു ഡയറക്ടറിനെ നിയമിക്കും നോമിനിയേക്കാണ്ട്. കാരണം ലോണ് കൊടുക്കുന്നുണ്ടെന്ന് തെളിവിന് വേണ്ടിയിട്ട് അങ്ങനെ നോമിനിയേക്കാണ്ട് ഒരു ഡയറക്ടറെ നിയമിക്കും. ദെൻ നെക്സ്റ്റ് വുമൺ ഡയറക്ടർ. അതായത് ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസുകളാണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ഒരു വുമണെങ്കിലും ഡയറക്ടറായിട്ട് വേണം. ദെൻ നെക്സ്റ്റ് റെസിഡൻറ്റ്. അതായത് ഈ ഒരു അതായത് ഒരു ഡയറക്ടർ ഇപ്പോൾ 2 ഡയറക്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡയറക്ടർ എന്തായാലും റെസിഡൻ്റ് ആയിരിക്കണം. അതായത് ഇന്ത്യയിൽ 182 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളായിരിക്കണം ഒരു കൊല്ലത്തിലിട്ടോ. അങ്ങനെ പിന്നെ വരുന്നത് മാനേജിങ് ഓർ ഓൾ ടൈം. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ സമയവും ആ ഒരു കമ്പനീനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഓൾ ടൈം, അതായത് ഓരോ സമയവും ആ ഒരു കമ്പനീനെ നോക്കിക്കൊണ്ട് പോകുന്ന, മേക്കിംഗ് ഡിസിഷൻസൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയറക്ടറും ആവാം. അപ്പോൾ ഇതാണ് ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് മീറ്റിംഗ് ആണ്, അതൊരു ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ബോർഡ് മീറ്റിംഗ്. അതായത് ഇവിടെ ആ ഒരു കമ്പനിയിലുള്ള പോളിസീസും സ്ട്രാറ്റജീസും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇനി അങ്ങോട്ട് എങ്ങനെ പോളിസികളും അതുപോലെ തന്നെ സ്ട്രാറ്റജികളും കൊണ്ടുപോകണം എന്നുള്ള ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡ് മീറ്റിംഗ് വെക്കുന്നത്. രണ്ടാമത് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് നമുക്ക് ഫൈനാൻഷ്യലിൻ്റെ എന്തെങ്കിലും കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫിനാൻഷ്യൽ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കണം എന്നുള്ള ആ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇടയ്ക്കിടെ വരുന്നൊരു മീറ്റിംഗ് ആണ് ഇത്, ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഫണ്ടുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ദെൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ വരുന്ന മീറ്റിങ്ങുകൾ. ദെൻ നാലാമത് ക്ലാസ് മീറ്റിംഗ്. ഇവിടെ എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും, സ്പെസിഫിക് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് ഇത് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് മിനിറ്റ്സ് ആണ്. മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു നോട്ടീസ് ആയിട്ട് വരും. അതായത് ഈ ഡയറക്ടർമാരൊക്കെ ഒരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ സമയം, അത് എപ്പോഴാണ് നടക്കുന്നത്, സമയം, അതിൽ ആരൊക്കെ ഉൾപ്പെട്ടു, ആരൊക്കെ വരാതിരുന്നു, എവിടെ വെച്ചായിരുന്നു, എത്ര മണിക്കായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ടീസാണ് എന്ത് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മിനിറ്റ്സ്
സബ്മിറ്റ് ചെയ്യേണ്ടത് 30 ദിവസത്തിനുള്ളിൽ മിനിറ്റ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് റെസൊല്യൂഷനാണ്. ടൈപ്സ് ഓഫ് റെസൊല്യൂഷനിൽ 3 രീതിക്കുണ്ട്. ഫസ്റ്റ് വൺ ഓർഡിനറി റെസൊല്യൂഷൻ. ഇവിടെ നമുക്ക് മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് അവിടെയുള്ള ആ ഒരു മീറ്റിങ്ങിലുള്ള മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ ആ മെമ്പേഴ്സിൽ ഷെയർ ഹോൾഡേഴ്സിൽ നമ്മളൊരു വോട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു വോട്ടിങ് നോക്കുമ്പോൾ ഒരു 50% അതിന് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കും. അതായത് ഈ ഒരു 50% ഓക്കെയാണ്, വോട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തിൻ്റെ മേൽ വോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കും. ദെൻ നെക്സ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസൊല്യൂഷനാണ്. ഇവിടെ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് 75% ആ ഒരു കാര്യത്തിന് വോട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഡിസിഷൻ എടുക്കുക. ദെൻ ബോർഡ് റെസൊല്യൂഷൻ. ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഇവിടെ ഈ ബോർഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയിലുള്ള വലിയ ആളുകളാണ്. അപ്പോൾ അവർ തീരുമാനിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണത്. അല്ലാതെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് മിനിറ്റ്സ് എന്താണെന്നും റെസൊല്യൂഷൻ്റെ ടൈപ്സുമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡോക്ട്രൈൻ ദ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. അതായത് ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, സാധാരണ ഒരു കമ്പനിയും ആ ഒരു കമ്പനീൻ്റെ ഓണർ എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, രണ്ടും വേറെ വേറെ ആളുകളാണ്. പക്ഷെ ചില കേസിൽ ഇവിടെ ഈ ഒരു കമ്പനി വേറെ എന്നോ ഓണർ വേറെ എന്നോ നോക്കൂല, കമ്പനിയും ഓണറും രണ്ടും ഒരാൾ തന്നെ ഒതുങ്ങിത്തീരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ യൂസസ് ഇൻ കേസ് ഓഫ് ഫ്രോഡ്. അതായത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താകും, ഈ ഒരു ആരാണ് തെറ്റ് ചെയ്തത് അവരെ ശിക്ഷിക്കപ്പെടും. അവിടെ കമ്പനീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്രോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ABC കമ്പനിയിലുള്ള ഒരു വ്യക്തി ഒരു മെമ്പർ വേറൊരു വ്യക്തിനോട് 5 ലക്ഷം രൂപ കടം ചോദിക്കുകയാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കടം ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിനാണ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കമ്പനിയും ആ ഒരു മെമ്പറിനെയും വേറെ വേറെ കണക്കാക്കില്ല, ഒറ്റന്നാക്കിയിട്ട് കേസെടുക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. അതായത് ആ ഒരു കമ്പനീൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഡ്രഗ് സ്മഗ്ലിങ്, അങ്ങനത്തെ ഓരോ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യും, അവിടെ പ്രത്യേകിച്ച് കമ്പനി എന്നോ ആ മെമ്പർ എന്നോ വേറെ വേറെ ഇല്ല, രണ്ടാളെയും ഒരുപോലെ ലീഗൽ എൻറ്റിറ്റി ഒന്നും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി രണ്ടുപേരും ഒരൊറ്റയായിട്ട് കണക്കാക്കപ്പെടും. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ടാക്സ് ഇവാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2 കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ടാക്സ് കൊടുക്കാത്ത രീതിയിലോട്ട് മറച്ചു വെക്കുകയാണ്. അതെങ്ങാനും കോടതി ഇൻ കേസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഡോക്ടറേറ്റ് ദ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മിത്ത് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനൊരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനി നല്ല രീതിയിലോട്ട് ഭയങ്കരമായിട്ട് ബാങ്ക്രപ്റ്റൊക്കെ വന്നു. അങ്ങനെ ആ ഒരു വ്യക്തിക്ക് അത്രയ്ക്കും ഫണ്ട് ഇല്ലാത്തത് കാരണം ആ ഒരു കമ്പനി അവിടെ അടച്ചു പൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വേറൊരു കമ്പനി അയാൾ പ്രൊവൈഡ് ചെയ്യാണ്, അയാൾ മേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വേറെ കമ്പനി മേക്ക് ചെയ്തെടുക്കുന്നു. പക്ഷേ കമ്പനിക്കാരൊക്കെ കോടതിയിൽ പോയി കേസ് എടുക്കുകയാണ്. തനിക്ക് കിട്ടാതെ കടം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിക്കാണ്ട് കേസ് എടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കമ്പനിയിലെത്തുന്നു ഈ കേസ്. അപ്പോൾ കമ്പനിയോട് ഈ ഒരു കേസ് കോർട്ടിലെത്തുന്നു. അപ്പോൾ കോർട്ട് ചോദിക്കുമ്പോൾ പറയുന്നു, ഇത് ആ ഒരു കമ്പനിയല്ല, അത് ഓൾറെഡി വൈൻഡപ്പ് ചെയ്തു, ഇത് വേറൊരു കമ്പനിയാണെന്ന് പറയുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തേക്കാണ്, ആ ഒരു പഴയ കമ്പനീനെ മറ്റുള്ള തെറ്റിദ്ധരിപ്പിച്ച് കണ്ട് പുതിയൊരു കമ്പനി ആയിക്കാണ്ട് ഫോം ചെയ്തേക്കാണ്. പക്ഷെ അത് കോർട്ട് അവസാനം എന്ത് ചെയ്യുന്നു, പിടിക്കപ്പെടുന്നു. പഴയ കമ്പനി തന്നെയാണ്, അതൊന്ന് പുതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവരിവിടതൊരു ഫ്രോഡ് കാണിച്ചു, അത് കാരണം ഇവർ ശിക്ഷ വാങ്ങാൻ അർഹതയുള്ള ആൾക്കാരാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതാണ് ഡോക്ട്രിൻ ഓഫ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ, അതായത് 3rd മൊഡ്യൂൾ കമ്പനീസ് ആക്ടിൻ്റെ മൊഡ്യൂളിൽ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഒരു മൊഡ്യൂൾ 3 ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.